സാമൂഹ്യ ജീവി എന്നുള്ള നിലയിലല്ല, ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്വത്വബോധത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നത്. ഒരുപക്ഷെ ഇന്നുകൂടി മാത്രമേ ഇത്തരം ഒരു സംസാരം നടത്താൻ ഞാൻ എന്നെ അനുവദിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരത്തിന് ഞാൻ അറുതിയാക്കുകയാണ്. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഞാനിത് സംസാരിച്ചത്? ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ഇതെനിക്കൊരു വലിയ നഷ്ടമുണ്ടാക്കി വെക്കുമെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നിട്ട് കൂടി ഞാൻ ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുവെങ്കിൽ ഞാനൊരു ഹിന്ദു ആയതുകൊണ്ടാണ്. ഒരു ഹിന്ദുവിന് മാത്രം സാധ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്ന എൻ്റെ ബോധ്യം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിൻ്റെ ചുവട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കാണുന്നത് എനിക്ക് കൂടുതൽ മനുഷ്യനായി ജീവിക്കാനുള്ള സാഹചര്യം ഈ സമൂഹത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്കൊരിക്കൽ പോലും ക്ഷേത്രത്തിലേക്കൊരു ക്ഷണവും ലഭിച്ചിട്ടില്ല. ക്ഷേത്രത്തിലേക്ക് പോയേ പറ്റൂ എന്ന് പറയുന്നൊരു ഭീഷണിയും എനിക്ക് ലഭിച്ചിട്ടില്ല. മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. ഗുണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിന്, ആ സംവിധാനത്തിന് സാധിക്കുന്നുണ്ട്. എന്നാൽ സാമൂഹ്യ ജീവി എന്ന നിലയിൽ ജനാധിപത്യ കാലത്ത് ജീവിക്കുമ്പോൾ, ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ആധിപത്യമാണ് എന്ന് പറയുമ്പോൾ പോലും അത് മതത്തിന്റെ ആധിപത്യമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ജീവിക്കേണ്ടി വരുമ്പോൾ ഹൈന്ദവരുടെ സ്വതവേ ഉള്ള ഐക്യമില്ലായ്മ സ്വാഭാവികമായും നമുക്ക് ദോഷം ചെയ്യും. നമുക്കെന്ന് ഉദ്ദേശിച്ചാൽ ഹിന്ദു സമൂഹത്തിന് ദോഷം ചെയ്യും. വികസനമാവട്ടെ, സമൃദ്ധിയാവട്ടെ, വളർച്ചയാവട്ടെ, വളർച്ചയ്ക്കുള്ള വളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അധികാരം തന്നെയാണ്. അപ്പോൾ മതത്തിന്റെ പേരിൽ ആളുകൾ വോട്ട് ബാങ്കായി മാറുകയും അങ്ങനെ അധികാരം മതസ്ഥർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ സ്വാഭാവികമായിട്ടും മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ജനാധിപത്യ കാലത്ത് വളർച്ച കൂടുതലായിട്ട് സംഭവിക്കും. ഹിന്ദു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിരിക്കുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അതാണ് ജനാധിപത്യം ഹിന്ദുക്കളോട് ചെയ്യുന്ന ഒരു അപകടം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഇപ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഹൈന്ദവർക്ക് ഒന്ന് ഉണരണമെന്ന് ആഗ്രഹമുണ്ട്, സംഘടിത ശക്തിയായി മാറണമെന്ന് ആഗ്രഹമുണ്ട്. അതവരുടെ ഉള്ളിൽ വന്നു പോവുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും. എന്നാൽ ഒരു മതമേലധ്യക്ഷനില്ല, ഒരു വലിയ ഒരു സംഘടനാ ശക്തി അവരെ പ്രലോഭിപ്പിക്കുന്നില്ല. ഇവരുടെ കൂടെ നിന്നാൽ മതി എന്ന് പറയുന്ന നിലയിൽ ഒരു പ്രേരണ ചെലുത്താൻ നമ്മളുടെ ഇവിടെ ഈ തീവ്ര വലതു വിഭാഗങ്ങൾക്ക്, അതായത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത്തരം സംഘടനകൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അങ്ങനെ ഇല്ലാതാനും. എന്നാൽ അതേസമയം മറുവിഭാഗക്കാർ ഈ ഹിന്ദുക്കളെ നിർബന്ധിത മതേതരത്വത്തിനെ ഇരപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഈ മതേതര ഭാവം എന്ന് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ അങ്ങനെ വെടിയാനും സാധിക്കുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഇവരൊരു ആശയക്കുഴപ്പത്തിലാണ് ഹിന്ദു സമൂഹം നിൽക്കുന്നത്. അവിടെയാണ് ഈ ആത്മീയ വ്യാപാരികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വൃദ്ധജന സമൂഹത്തെ കൃത്യമായിട്ടും ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ആത്മീയ താല്പര്യങ്ങളെ കാശാക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തി തുടങ്ങിയത്. അപ്പോൾ ഉണർന്നു വരുന്ന ഹിന്ദുക്കൾക്ക് എവിടേക്ക്, ആരുടെ വിളി കേട്ടാണ് ഉണർന്നത് എന്നും അറിയില്ല, ആരുടെ കീഴിലാണ് പോയി അണിനിരക്കേണ്ടതെന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായി പോയി ഹിന്ദു. അതുകൊണ്ടാണ് ആത്മീയ വ്യാപാരികൾ, അല്പം വായിൽ സംസ്കൃതമുള്ള ആളുകൾക്ക് അത്യാവശ്യം ദുട്ട് തരപ്പെടുന്ന അവസ്ഥ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന ഹിന്ദുക്കളിൽ നിന്ന് അവർക്ക് തരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു സമൂഹത്തിൽ ഇപ്പോൾ വഴിയരികിലൂടെ നടന്നു പോകുന്ന ഒരു സമയത്ത് ഒരു വ്യക്തി മറ്റൊരു നമ്മുടെ സഹജീവിയെ കബളിപ്പിക്കുന്നത് കാണുമ്പോഴോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു അന്യായത്തിന് ഇരപ്പെടുന്നത് അതിന് സാക്ഷ്യം വഹിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചു പോകും. അറിയാതെ നമ്മുടെ ഉള്ളിലെ ആ ഒരു അധർമ്മിക്ക് നേരെ, ഇപ്പോൾ ധർമ്മ സംരക്ഷണാർത്ഥം അധർമ്മികൾ ഇറങ്ങി നടക്കുന്ന ഒരു കാലത്ത് യഥാർത്ഥ ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദൗർഭാഗ്യം ഉണ്ടായിപ്പോയ ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ നിലയിലുള്ള പരിക്ക് പറ്റും. അതാണ് പോങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്ന പരിക്ക്. ഞാനിപ്പോൾ ഹൈന്ദവ ഏകീകരണത്തിന് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു. അതല്ലെങ്കിൽ സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഹൈന്ദവ ഏകീകരണത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് ഒരു കൂട്ടർ അവതരിപ്പിക്കുന്നു. അത് വിശ്വസിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ടാവുന്നു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ശക്തമായ ഒരു സൈദ്ധാന്തിക പാപ്പരത്വം അനുഭവിക്കുന്ന സമൂഹമായിരുന്നു ഹിന്ദു സമൂഹം എന്നറിയില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള നല്ല അസൽ ജൈവ ആത്മീയ ആചാര്യന്മാരാണ് വാസ്തവത്തിൽ, അവരെയാണ് പഴിക്കേണ്ടതെന്ന് തോന്നുന്നു. കുറച്ചുകൂടി മുന്നേ അവർ ഈ പറയുന്ന ഡിജിറ്റൽ യുഗത്തെ വരവേൽക്കാൻ വേണ്ടുന്ന പരിശ്രമം അവർ നടത്തണമായിരുന്നു. അവർ കൃത്യമായും ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ അവർ കൃത്യമായി ഉപയോഗിക്കാൻ
ശ്രമിച്ചിരുന്നു എങ്കിൽ ഈ പറയുന്ന അല്പന്മാർ സ്വാർത്ഥബുദ്ധരായിട്ടുള്ള ആത്മീയ വ്യാപാരികൾ ആ ഒരു രംഗത്തേക്ക് കടന്നു വരില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന, സംസ്കൃതത്തിൽ 4 പേച്ചു പേച്ചാൻ കഴിയുന്ന, കുറച്ചൊക്കെ ഒരു ആധ്യാത്മിക ബോധമുള്ള, കുറച്ചൊക്കെ പഠിപ്പുള്ള ആളുകൾക്ക് കൗശല പുരസ്സരം ഈ സാങ്കേതിക സാധ്യതയെ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പറ്റിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ വരുന്ന ആളുകൾ പറയുന്നുണ്ട്, അവരൊന്നും തീവ്രവാദികളല്ലല്ലോ, അവർ ഈ പണമൊക്കെ സ്വരുക്കൂട്ടിയാൽ തന്നെ അവരൊന്നും ദേശവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ല എന്ന് പറയുന്നു. എത്ര വിവരദോഷം നിറഞ്ഞ ക്രൂരതയാണ് അവർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണോ നമ്മൾ സമൂഹത്തെ കാണേണ്ടത്, ഒരു സാമൂഹ്യ സംവിധാനത്തിൽ ജീവിക്കേണ്ടത്? മറ്റുള്ളവർ അത് ചെയ്യുന്നില്ല, അപ്പം നമുക്ക് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് എത്ര മോശപ്പെട്ട ഒരു പ്രവണതയാണ്. വലതുപക്ഷം കട്ടില്ലേ, ഇനിയിപ്പോൾ ഇടതുപക്ഷം കട്ടാൽ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് പോലുള്ള അല്പത്തരമല്ലേ? ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടുന്ന ഒരു പരിഷ്കൃത ബുദ്ധിയല്ലേ സമൂഹം കാണിക്കേണ്ടതെന്ന് പറയുന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പോൾ അത്തരം ചോദ്യങ്ങളും അത്തരം ആലോചനകളിൽ നിന്നുമാണ് ഇതുപോലുള്ള ചില സംസാരത്തിലേക്ക് ഞാൻ നയിക്കപ്പെട്ടത്. അതാണ് സംഭവിച്ചു പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണരാൻ വെമ്പി നിൽക്കുന്ന ഹൈന്ദവർക്ക് കൃത്യമായും അറിയാതിരിക്കുന്നു എങ്ങനെയാണ് ഈ ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ആരോടൊപ്പമാണ് ഏത് കൂടാരത്തിലാണ് ചെന്ന് കയറേണ്ടത് എന്ന് പറയുന്ന ഒരു നായകനെ തേടൽ, നേതാവിനെ പരതൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ആത്മീയ ആചാര്യനെ അന്വേഷിക്കൽ ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവനവൻ്റെ നായകൻ അവനവൻ തന്നെയാവണം. നമ്മളുടെ ബുദ്ധിയാവണം നമ്മളെ തെളിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ മാത്രം ജീവിച്ചാൽ പോരാ. ഒരു 10 വർഷവും കൂടി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഈ സമൂഹം എങ്ങനെ ആയിരിക്കണം? നമ്മളിങ്ങനെ സ്വാർത്ഥ കൂട്ടരായിക്കൊണ്ട് മറ്റുള്ളവരോട് വെറുപ്പ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളോടുള്ള വെറുപ്പ് കൊണ്ടാണ് ഇവിടെ കൂട്ടായ്മകൾ ഉണ്ടാവുന്നത്. അത് വളരെ അപകടം നിറഞ്ഞ ഒരു രീതിയാണ്. എന്നോട് പറയുന്ന പല വ്യക്തികളും പറയുന്നുണ്ട്, ഹിന്ദു ഉണർന്നു കഴിഞ്ഞു, ഇനി കൂടുതലൊന്നും പറയണ്ട, ഞങ്ങളൊന്നും മതേതരരാവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. വലിയ ചതിയിലാണ് നിങ്ങൾ പെട്ടുപോയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു, ഇന്നൂടെ ഞാനത് പറയുള്ളൂ, നമ്മളെന്ന് ഹിന്ദു സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും മതേതരർ മാത്രമല്ല മനുഷ്യരാവാൻ സാധിക്കുന്ന കൂട്ടർ. നമ്മളുടെ കരുത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നന്മയുടെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കരുത്താണ്. എന്തുകൊണ്ടാണ് മതേതരത്വത്തെ ഇത്ര പുച്ഛത്തോടു കൂടി നാട്ടുകാർ കാണേണ്ട സ്ഥിതി വന്നത്? കാരണം മതേതരത്വം എന്ന് കേട്ടാൽ അശ്ലീലമായി നമ്മുടെ ഉള്ളിലേക്ക് തോന്നിപ്പിച്ചത് നമ്മളല്ല, അത് ഹിന്ദു മനസ്സിലാക്കണം. ഒരു ഹിന്ദു മനസ്സിലാക്കേണ്ടത് അതാണ്. ഞങ്ങളാരും മതേതരല്ല എന്നല്ല പറയേണ്ടത്, നമ്മളാണ് മതേതരർ എന്ന് പറയാൻ കഴിയുന്ന ബോധം നമുക്കുണ്ടാവണം. മതേതരത്വം എന്ന് പറയുന്നത് അശ്ലീലമാക്കി നമ്മളുടെ ഉള്ളിലേക്ക് ഇട്ടു തന്നത് സെമിറ്റിക് മതങ്ങൾ തന്നെയാണ്. അത് തന്ത്രമാണ്. അവർ മതപരമായി ശക്തിപ്പെട്ട് നിൽക്കുകയും സംഘടിതമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഇതൊരു ബാധ്യത പോലെ മതേതരത്വം സംരക്ഷിക്കേണ്ടവർ നമ്മളാണ് എന്ന് പറയുന്ന ഒരു ബാധ്യത നമ്മൾ സ്വയം ഏറ്റെടുത്തതാണ്. യഥാർത്ഥത്തിൽ നമ്മളെ ആരും അത് അടിച്ചേൽപ്പിച്ചതല്ല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ സ്വയം ഏറ്റെടുത്തത് എങ്ങനെയാണ്? നമ്മുടെ മനോഭാവം കൊണ്ടാണ് ഏറ്റെടുത്തത്. അതായത് പൊങ്ങച്ചത്തിന്റെ ഭാഗമായിട്ടല്ല. നമ്മുടെ മനസ്സങ്ങനാണ്. മതേതരത്വം നമ്മുടെ ഉള്ളിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. വേറെ ആർക്കും മതേതരരായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് അശ്ലീലമല്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മതേതരത്വം അശ്ലീലം എന്ന് പറഞ്ഞുകൊണ്ടല്ല പോകേണ്ടത്. മതേതരത്വത്തെ കൂടുതൽ മുറുക്ക് പിടിക്കണമെങ്കിൽ ഹിന്ദു ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സ്ഥിതിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആത്മീയ ആചാര്യന്മാരുടെ പുറകെ പോവാതെ, നമുക്ക് ധാരാളം ദൈവസമ്പത്തുള്ള കൂട്ടരാണ്, നമുക്ക് സ്വന്തം നിലയിൽ എത്രത്തോളം ദൈവങ്ങളെയും നമുക്ക് ഇനിയും ഉൽപ്പാദിപ്പിച്ച് ഇറക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഹിന്ദു ശക്തിപ്പെടേണ്ടത് ദൈവങ്ങളുടെ പേരിലല്ല. ഹിന്ദു ഒറ്റക്കെട്ടായി മാറേണ്ടത് ദൈവങ്ങളുടെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ആത്മീയാചാര്യന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ അതൊന്നുമല്ല, അവരുടെ ഒന്നും പേരിലല്ല, അതിൻ്റെ ഒന്നും മുന്നിലല്ല നമ്മൾ പോയി നമ്മളെ സമർപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും ഹിന്ദു ഒന്നായി മാറേണ്ടത് ഭാരതാംബയുടെ പേരിലാവണം. വേറെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ടതില്ല. ഭാരതാംബയുടെ പേരിൽ മാത്രമേ ആകാവൂ എന്ന് പറയുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആവേശഭരിതനായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു സംഘടനയ്ക്കെതിരെയല്ല. ആത്മീയ സംഘടനകൾ ആത്മീയ കാര്യങ്ങളിൽ മുഴുകിക്കോട്ടെ, ഈശ്വരന്മാരെ വിളിക്കട്ടെ, ആളുകളെ കൂട്ടട്ടെ, നാമം ജപിച്ചോട്ടെ, അതല്ലെങ്കിൽ മറ്റു വഴിപാടുകളും കാര്യങ്ങളും നടത്തിക്കോട്ടെ. പക്ഷേ ഈ ഭക്തിക്കൊപ്പം ദേശീയ ബുദ്ധി കൂടി അങ്ങോട്ട് വിളമ്പാം എന്ന് പറയുമ്പോൾ അതൊരു പാക്കേജ് പോലെയാവും. ഹൈന്ദവൻ്റെ ദേശീയത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആത്മീയാധിഷ്ഠിതം തന്നെയാണ്. പക്ഷേ ഞാൻ ആ സംസാരിക്കുന്നതിനകത്ത് പോലും പലരും തെറ്റിദ്ധരിച്ചു. എന്തുകൊണ്ടാണത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക സംഘടന ഒരു ദൈവത്തെയും അതിനോടൊപ്പം തന്നെ ജയ് ഭാരത് എന്ന് പറയുകയും ആ ഭാരതത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്കും
ഞങ്ങളുടെ ദൈവമാണ് കാരണം എന്ന് പറയുകയും ചെയ്യുന്നിടത്ത് അവിടെയാണ് പൊളിയുന്നത്, അവിടെയാണ് അപകടം നിൽക്കുന്നത്. ആ സംഘടന എന്തെങ്കിലും കുതന്ത്രങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ, സാമ്പത്തികമായി സമ്പാദിച്ചോട്ടെ, അതുവഴി ഉണ്ടാവുന്ന തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിക്കോട്ടെ. പക്ഷേ അതിര് കടന്ന നിലയിലുള്ള ദേശീയത അങ്ങോട്ടേക്ക് ചാലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ പെട്ടുപോകും. നമ്മുടെ സൈന്യത്തിന് ഭഗവാന്മാര് ശക്തി നൽകുന്നു എന്ന് പറയുന്നു, നമ്മുടെ മോദിജിക്ക് ബുദ്ധി നൽകുന്നത് ഭഗവാനാണെന്ന് പറയുന്നു. രാഷ്ട്രപതിയുടെ വസ്ത്രത്തിൽ ഒരു മയിലിനെ കണ്ടു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഭഗവാന്റെ മയിലാണെന്ന് പറയുന്നു. നമ്മളുടെ ദേശീയ പക്ഷിയല്ലേ മയിൽ എന്ന് പറയുന്നത്? അത് ഏതെങ്കിലും ഭഗവാന്റെ കുത്തകയാണോ? അങ്ങനെയല്ല കരുതേണ്ടത്, അങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ അത്തരം അല്പന്മാരായിട്ട് മാറരുത്. നമ്മുടെ ദൈവങ്ങളെ അത്രമാത്രം ദുർബലരായി ഭക്തരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യരുത്. ഈ ഒരു ബോധ്യത്തിന്റെ പുറത്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്, വലിയ സമാധാനം തോന്നുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കുറെ അധികം ആളുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയെങ്കിൽ പോലും എൻ്റെ വ്യക്തി ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ സമ്പന്നമായി, സാംസ്കാരിക സമ്പത്തുണ്ടായി, സമാധാന സമ്പന്നതയുണ്ടായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ അക്കൗണ്ട് സാമ്പത്തികമായിട്ട് ഞാൻ സമ്പന്നനായി എന്നല്ല. ഉടനെ നിങ്ങൾ വിചാരിക്കുക അമ്പട ഇവൻ സുഡാപ്പിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു എന്ന്. ഞാൻ സാഹിത്യവൽക്കരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ സമ്പന്നമായി എൻ്റെ ജീവിതം, സമാധാന സുന്ദരമായിട്ടുണ്ട്. സമാധാനം സമ്പന്നമാകുന്ന സമാധാന സമ്പത്ത് എൻ്റെ കൈവശം ഇന്നുണ്ട്. എൻ്റെ ആശങ്കകൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ കുറേ ആളുകൾ കൊഴിഞ്ഞ് 220 ആളുകൾ പോയിട്ടുണ്ട്. അതുപോലെ കുറേ പേർ വന്നിട്ടുമുണ്ട്. കൊഴിഞ്ഞു പോക്കല്ല, ആളുകൾ കാണാതിരിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സമാധാനം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ കള്ളമല്ല പറയുന്നത്. ഞാനിപ്പോഴാണ് എന്തെങ്കിലും ഒരു ഉണർവോടുകൂടി ചിന്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് പറയുകയാണ്, ഒരു ഹിന്ദുവായിട്ട് ജനിക്കാൻ എനിക്ക് സാധിച്ചു. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇതര മതസ്ഥരോട് സഹിഷ്ണുതയോടെ അവരെ സമീപിക്കാൻ കഴിയുന്നത്. അവരുടെ ദൈവം പോലും നമ്മളുടെ ദൈവമായിട്ട് സങ്കല്പിക്കാൻ കഴിയുന്നത്ര ഉന്നതമായ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി തന്നത് ഹിന്ദു എന്ന് പറയുന്ന ഈ സമൂഹത്തിൻ്റെ, ഈ സാമൂഹ്യ സംവിധാനത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഈ ഭൂമികയിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതിൽ പെടാൻ എനിക്ക് ജന്മം കൊണ്ട് പെടാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ സുഡാപ്പികൾക്കെതിരെ അതിശക്തമായ വിമർശന ബുദ്ധി കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരു മതരാജ്യം സ്വപ്നം കാണുന്ന കൂട്ടരാണ്. അങ്ങനെ ഒരു മതരാജ്യം നമ്മുടെ ഭാരതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരാണ്. ഏതെങ്കിലും ഒരു മതത്തിന് ആധിപത്യമുള്ള ഒരു സാമൂഹ്യ സംവിധാനത്തിലേക്ക് ഒരു നാട് കഴിയേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നാട്ടിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും, മതേതരത്വം നഷ്ടപ്പെടും. മതാധിപത്യത്തിന്റെ കീഴിൽ മതേതരത്വത്തിനോ മാനവികതയ്ക്കോ മനുഷ്യത്വത്തിനോ ഒന്നും വളരാൻ കഴിയില്ല. അതുകൊണ്ട് മതം മാത്രം ശക്തിപ്പെട്ടു നിൽക്കും. ദൈവങ്ങൾ പോലും ആ മതത്തിൽ നിഷ്പ്രഭരായി മാറും. അതുകൊണ്ട് നമ്മൾ മതത്തിൻ്റെ പേരിലല്ല, നമ്മൾ ദൈവങ്ങളുടെ പേരിലല്ല, നമ്മൾ ദേശത്തിൻ്റെ പേരിലാവണം. നമ്മളുടെ രാജ്യത്തോടുള്ള കൂറാണ്, ഭാരതാംബയോടുള്ള കൂറാവണം നമ്മളെ ഒരുമിപ്പിക്കേണ്ടത്, ഹിന്ദുവിനെ ഉണർത്തേണ്ടത്, ഹിന്ദു ഒറ്റക്കെട്ടാവേണ്ടത് ആ നിലയിലാണ് എന്നുള്ള ഒരു വിചാരമാണ് ഞാൻ പങ്കുവച്ചത്. പിന്നെ കള്ളന്മാർ പ്രായം ചെന്ന മനുഷ്യരെ കൊള്ളയടിക്കുന്നതിൽ പോങ്ങൻ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു വലിയ ജീവിതകാലം മുഴുവൻ അവർ അധ്വാനിച്ച പണം, അവർക്ക് കിട്ടുന്ന പെൻഷൻ, അത് അവർക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ളതാണ്. അവരുടെ മരുന്നിനും മന്ത്രത്തിനുമൊക്കെ ഉള്ളത് തന്നെയാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും പേരക്കുട്ടികൾക്കും ഒക്കെ അനുഭവിക്കാനുള്ളതാണ്. അത് ആത്മീയതയുടെ പേരിലും ദേശീയതയുടെ പേരിലും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അവരുടെ ജീവിതം സമൃദ്ധമാക്കുന്നത് തെറ്റാണെന്നുള്ള വിശ്വാസമാണ്. നമ്മുടെ ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും നമുക്കിവിടെ നല്ല ഭരണാധികാരികളുണ്ട്. അവരെ ശക്തിപ്പെടുത്തുക, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക. അതിൽ അഴിമതി ചെയ്യുന്ന ആൾക്കാരെങ്കിലും കടന്നുകൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ തുരത്താൻ നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള സാമൂഹിക ഇടപെടൽ നടത്തുക. മതം വളരെ സ്വകാര്യമായിട്ട് സൂക്ഷിക്കുക. ഈശ്വരൻ എന്ന് പറയുന്നത് അവനവൻ്റെ സ്വകാര്യ സ്വത്തായിട്ട് മാത്രം കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഭാരതാംബയുടെ പേരിൽ ഒന്നാവുക, അതാണ് വേണ്ടത്. അത് ഹിന്ദുക്കൾ മാത്രം ഒന്നാവണമെന്നല്ല ഞാൻ പറയുന്നത്. ഭാരതാംബയുടെ മക്കളാണ് നമ്മളെല്ലാവരും എന്ന് പറയുന്ന ബോധത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കും സമൃദ്ധിക്കും സമാധാന സുന്ദരമായിട്ടുള്ള ജീവിതം പൗരന്മാർക്ക് തരപ്പെടുന്ന നിലയിലും നമ്മുടെ സാമൂഹ്യ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്ന ചിന്തയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കാഴ്ചവെക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്പം പോലും നഷ്ടബോധമില്ലാതെ ഞാൻ ഈ ഫെബ്രുവരി
ഫെബ്രുവരി 28 പറഞ്ഞു വിട്ടുകൊണ്ട് മാർച്ച് 1 മുതൽ ഞാൻ ഒരു കാരണവശാലും ഇനി ഹിന്ദു എന്ന് പറയുന്ന നിലയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. ഏറ്റവും കൂടുതലായിട്ട് ഞാൻ നമുക്ക് പ്രിയപ്പെട്ടവർ എന്ന് തോന്നുന്നത് നമ്മുടെ സ്വന്തം എന്ന് കാണുന്നതുമായിട്ടുള്ള കാര്യങ്ങളോടാണ് ഞാൻ കൂടുതൽ കലഹമുണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള എൻ്റെ ഇഷ്ടമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള എൻ്റെ കലഹം. കാരണം കമ്മ്യൂണിസ്റ്റുകൾക്ക് തെറ്റുപറ്റുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് സഹിഷ്ണുതയോടുകൂടി ഇരിക്കാൻ സാധിക്കില്ല. ഞാൻ ഉടനെ കലഹിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനല്ലല്ലോ കമ്മ്യൂണിസം വേണ്ടത് എന്ന് പറയുന്ന ചിന്ത. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നത്. ഇന്നിപ്പോൾ ആരും ഇല്ല ഒപ്പം, ഞാൻ പോലും ഇല്ല എനിക്കൊപ്പം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ എത്തി നിൽക്കുന്നത്. അതെൻ്റെ പരാജയമാണ്, വ്യക്തിപരമായ പരാജയമാണ്. പക്ഷേ അതൊരിക്കലും എൻ്റെ ചിന്തകളുടെ പരാജയമല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലോകം എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ആർക്കും അത് കാണാൻ കഴിയില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലോകമുണ്ടാവണം. ആ ലോകത്തിനു വേണ്ടി നമ്മൾ നൽകുന്ന സംഭാവനയാവണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും ആലോചനകളും മനോഭാവവും എല്ലാം. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഒരു വലിയ സമൂഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന എത്ര ചെറിയ ആൾക്കാർക്കാണെങ്കിൽ പോലും, പോങ്ങനെ പോലെ വളരെ ചെറിയ ഒരു മനുഷ്യന് പോലും ഒരു വലിയ സമൂഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന നിലയിൽ സാങ്കേതിക സാഹചര്യം പരുവപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ സാമൂഹ്യ ബോധവും പൗരബുദ്ധിയും ഈ സമൂഹത്തിന് ഗുണമാകുന്ന നിലയിൽ പരുവപ്പെടുത്താനും പറയാനും പ്രവർത്തിക്കാനും അതൊരു മനോഭാവമായി പേറാനുമൊക്കെ നമ്മുടെ ഉള്ളിൽ നമുക്ക് മനസ്സും ഉണ്ടാവണം. ആ ഒരു സന്മനസ്സാണ്, ആ ഒരു മനോഭാവമാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ മനോഭാവം തന്നെയാണ്. അവൻ്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമല്ല, യാതൊന്നുമല്ല, അവൻ്റെ മനോഭാവം അതാണ്. അപ്പം നല്ല മനോഭാവത്തോടു കൂടി നമുക്കൊക്കെ ജീവിക്കാൻ കഴിയട്ടെ. നല്ല മനോഭാവത്തോടു കൂടി ഉണർന്നിരിക്കാൻ ഹിന്ദുക്കൾക്കും സാധിക്കട്ടെ. ഈശ്വരന്മാരുടെയോ ആത്മീയ ആചാര്യന്മാരുടെയോ പേരിലല്ലാതെ ഭാരതാംബയുടെ പേരിൽ ഒന്നിക്കാനുള്ള ബുദ്ധി തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. സന്തോഷം.